മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കോഴിക്കോട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു കെ മുരളീധരൻ. വാർത്തകളിലേക്ക്. ഇന്ന് ദേശീയ യുവജന ദിനം. ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ഇന്ന്. വിവേകാനന്ദന്റെ തത്വചിന്തകളാലും ആദർശങ്ങളാലും യുവാക്കളെ പ്രചോദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ യുവജന ദിനം ആചരിക്കുന്നത്. 1984 കേന്ദ്ര സർക്കാർ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 ഔദ്യോഗികമായി ദേശീയ യുവജന ദിനമായി പ്രഖ്യാപിച്ചത്. 1985 മുതൽ രാജ്യത്തുടനീളം ദേശീയ യുവജന ദിനമായി ഈ ദിനം ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. വിവേകാനന്ദന്റെ ചിന്തകളും തത്വങ്ങളും ഇന്ത്യയിലെ യുവജനങ്ങൾക്കിടയിൽ പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം ആചരിക്കുന്നത്. രാഷ്ട്രത്തിന്റെ പുരോഗതിയുടെയും അഭിവൃദ്ധിയുടെയും താക്കോൽ യുവാക്കളിലുണ്ടെന്നാണ് സ്വാമി വിവേകാനന്ദൻ വിശ്വസിച്ചത്. 1863 ജനുവരി 12 കൊൽക്കത്തയിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ വിശ്വനാഥ ദത്തയുടെയും ഭുവനേശ്വരി ദേവിയുടെയും മകനായാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത്. കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയപ്പോഴേക്കും അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് പാശ്ചാത്യ തത്വചിന്തയിലും ചരിത്രത്തിലും വിപുലമായ അറിവ് നേടിയിരുന്നു. യൗവനത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. ഇന്ത്യയിലുടനീളമുള്ള തന്റെ യാത്രകളിൽ സ്വാമി വിവേകാനന്ദൻ ജനങ്ങളുടെ ദാരിദ്ര്യവും പിന്നാക്കാവസ്ഥയും കണ്ട് വികാരാധീനനായി. രാജ്യത്തെ യുവാക്കളിൽ പരസ്പരം ത്യാഗത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും മനോഭാവം വളർത്തേണ്ടത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തന്നെ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. യുവാക്കളോട് സ്വപ്നം കാണാനും യുവത്വത്തിന്റെ ഊർജ്ജവും ശക്തിയും കൊണ്ട് പരിശ്രമം ചെയ്ത് വിജയം കണ്ടെത്താനും വിവേകാനന്ദൻ ആഹ്വാനം ചെയ്തു. വിദ്യാഭ്യാസം, ആത്മവിശ്വാസം, യുവാക്കളുടെ ആത്മീയ വികസനം എന്നിവയുടെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. യുവാക്കളിൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീനവും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളും പകരം വയ്ക്കാനില്ലാത്തതാണ്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇന്ദിരാഗാന്ധിയുടെ രണ്ടാം വരവെന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗം ഒരിക്കൽ വിശേഷിപ്പിച്ചത്. കൂടുതൽ ചുമതലകളുമായി രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകുന്ന പ്രിയങ്കയുടെ 51ാം പിറന്നാളാണിന്ന്.